നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് പിന്നെ ശ്രേയ, മോളെ നീ ഇത് എന്ത് വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്ക് എന്നോടുള്ള വിശ്വാസം മമ്മി. എന്റെ ഭാഷ മമ്മിക്ക് അറിയാലോ. ഒരു കാര്യം ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ വിട്ട് മഴ നനഞ്ഞു വന്നപ്പോ എന്നെ മമ്മി വഴക്കു പറഞ്ഞു. അടുത്ത ദിവസവും ഞാൻ മഴ നനഞ്ഞ വീട്ടിൽ വന്നത്. ആദ്യത്തെ ദിവസം കൂടെ എടുക്കാൻ മറന്നോണ്ടാ ഞാൻ മഴ നനഞ്ഞു വന്നത്. എന്നാ രണ്ടാമത്തെ ദിവസം കൂടെ ഉണ്ടായിട്ടും ഞാൻ മഴ നനഞ്ഞ വീട്ടിൽ വന്നത്. മഴയത്ത് ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഞാൻ മഴ നനഞ്ഞ് വീട്ടിൽ വന്നതിന്റെ കാരണം അറിയോ മമ്മിക്ക്? ആരും എന്നെ ഒരു കാര്യവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് എനിക്ക് തോന്നണം. ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാ അത് ഞാൻ ചെയ്തിരിക്കും. ആര് പറഞ്ഞാലും ഞാനത് കേൾക്കില്ല. ആകാശനെ സ്നേഹിച്ചിരുന്നപ്പോ എനിക്ക് എന്നേക്കാൾ വിശ്വാസം അവനെയായിരുന്നു. അതിനുള്ള ശിക്ഷയായിട്ടാ അവൻ എന്നെ ഇട്ടെറിഞ്ഞു പോയത്. ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല. എനിക്ക് എന്നിൽ തന്നെയാ വിശ്വാസം. മമ്മിക്ക് വിശ്വസിക്കാം, ഞാൻ ഉറപ്പായും ജയിച്ചിരിക്കും. അതെനിക്കറിയാം മോളെ. പക്ഷേ ഇപ്പം നടക്കുന്നതൊക്കെ നമുക്കെതിരല്ലേ? നീ ഒറ്റയ്ക്കാ. എന്നാ അവരെത്ര പേരുണ്ട്? നമ്മുടെ കൂടെ നിന്നിരുന്ന അരവിന്ദ് പോലും ഇപ്പൊ അവർക്കൊപ്പമാ. ഇവരെയൊക്കെ ഒറ്റയ്ക്ക് നീ എങ്ങനെ നേരിടും? ഞാൻ പറഞ്ഞില്ലേ മമ്മി, എനിക്ക് എന്നെ മാത്രം വിശ്വാസം. ആ വിശ്വാസം ഉള്ളിടത്തോളം ശത്രുക്കളുടെ എണ്ണം കൂടിയാലും എനിക്ക് കുഴപ്പമില്ല. ഒരിക്കൽ കൂടി പറയാം, ബാലൻ മാഷ് താലി എടുത്തു കൊടുത്ത് അരവിന്ദ് കഴുത്തി താലി കെട്ടും. എന്റെ വാശി ഞാൻ നിറവേറ്റും. അതൊക്കെ ശരിയാ. ഇൻവിറ്റേഷൻ കിട്ടിയല്ലോ. ആദ്യം ആർക്കാ കൊടുക്കാൻ പോകുന്നേ? ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ഉണ്ട് മമ്മി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. കള്ളു കുടിച്ച് 4 കാലി വരാനാണ് ഭാവമെങ്കിൽ ഞാൻ ഈ പഠിപ്പുര അടയ്ക്കും. ഇല്ലടി, ചീഫ് എഞ്ചിനീയർ മാഡം. യോ എന്റെ മാഡം. മാഡത്തെ ഇവിടെ ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ. അതെ, വന്ന് അകത്തോട്ടിരിക്കാം. വാ, വരൂ. വാ കുഞ്ഞോളെ, ചീഫ് എഞ്ചിനീയർ മാഡം. വാ മോളെ. അകത്തോട്ട് വന്നാട്ടെ, വരണം. വാ, ഇരിക്കേ. കുഞ്ഞോളെ, ചായ എടുക്ക. ഇപ്പൊ ഒന്നും എടുക്കണ്ട ശാന്തപ്പ. സുഖാണോ? സത്യം പറഞ്ഞ സുഖമല്ലായിരുന്നു ഈ നിമിഷം വരെ. നിങ്ങൾ രണ്ടുപേരും വന്ന ഈ നിമിഷം മുതൽ സുഖവാ. അതെ മോളെ, സന്തോഷം. ഇതാ. എന്താ ഇത്? കല്യാണക്കത്തോ? അതെ, എന്റെ കല്യാണക്കത്ത. ചാരു മരുമകളായി ജീവിക്കുന്ന അതേ വീട്ടിലെ മൂത്ത മരുമകളായി ചെല്ലാൻ പോവല്ലേ ഞാൻ. അങ്ങനെ നോക്കുമ്പോ ഞാനും നിങ്ങൾക്ക് മകളെ പോലല്ലേ. അച്ഛനില്ലാത്ത എനിക്ക് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം ഭംഗിയായി നടത്തി തരണം. ആദ്യത്തെ ഇൻവിറ്റേഷനാ, സന്തോഷത്തോടെ വാങ്ങണം. ആരും വകവയ്ക്കാത്ത എന്നെ വീട്ടിൽ വന്ന് ഇത്രയും ബഹുമാനവും മര്യാദയൊക്കെ തരുമെന്ന് വിചാരിച്ചില്ല. കല്യാണക്കത്ത് തന്നപ്പോ ഞെട്ടിയില്ലേ? ഇനി അതൊന്ന് വായിച്ചു നോക്കിക്കേ. എടി കുഞ്ഞോളെ, നോക്കടി. കല്യാണക്കത്തിൽ ഇതേ നമ്മുടെ പേരുണ്ട്. എന്തു പറയണമെന്ന് അറിയില്ല മാഡം.
എന്റെ പേരൊക്കെ ചീഫ് എഞ്ചിനീയർ മാഡത്തിന്റെ കല്യാണക്കത്തിൽ വന്നെന്ന് പറഞ്ഞ അതിനുള്ള അർഹത എനിക്കും കുഞ്ഞുമൊക്കെ ഉണ്ടോ? ഇതുവരെ ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതെ മാഡം. ഇവിടെ വന്ന ആൾക്കാർ കല്യാണം വിളിക്കുന്ന തന്നെ കുറവാ. റോഡിലോ വരമ്പത്തോ വെച്ച് കണ്ട് കൈകളിൽ തരും. കല്യാണമാണ് വരണോന്ന് പറയും. അത്രേ ഉള്ളൂ മാഡം. ബന്ധുക്കളുടെയും കരക്കാരുടെയും മര്യാദ. മാഡത്തിന് നല്ലതേ വരും. ദേ, എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടാവും. ഈ കല്യാണത്തിന് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ആരൊക്കെ എതിർത്താലും അതിന് ചാരു ആയാലും ഞങ്ങൾ മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സന്തോഷം. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞില്ലേ? അരവിന്ദനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ആയിരപ്പറയിലോട്ട് മരുമകളായിട്ട് ചെല്ലാൻ മാഡത്തിന് എന്റെ എല്ലാവിധ സഹായവും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലം വരെ വരണം. ബുദ്ധിമുട്ടുണ്ടോ? അല്ല, എന്താ അങ്ങനെ വെച്ചേ? മാഡം എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരും. കുഞ്ഞുമോളും വരണം. വരാം. കുഞ്ഞോളെ ഒന്നിങ്ങി വന്നേ. ഇപ്പൊ വരാവേ. ഇരിക്ക്. വന്നേ. ഗോവിന്ദ, ഓ, തേങ്ങ മില്ല് കൊടുത്തോ? കൊപ്ര കുറച്ച് ഉണങ്ങാണ്ട് ബാല. ചേട്ടാ, അരവിന്ദേട്ടന് കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും ശ്രേയ വിടുന്ന മട്ടില്ലല്ലോ. കാലിച്ചുറ്റിയ വള്ളിയെടുത്ത് കളയാൻ കുറച്ച് സമയമെടുക്കാം.